PSC അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞത് മനുഷ്യ ശരീരം, അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് പേപ്പറാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ 20 ചോദ്യം ഞാൻ ചോദിക്കും. അതിൻ്റെ ആൻസർ നിങ്ങളൊരു പേപ്പറിൽ എഴുതുക. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പേ, പ്രിലിമിനറി എക്സാം ഫെബ്രുവരിയിൽ നടക്കത്തില്ല എന്നൊക്കെ ഉള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. കേരള PSC അതുമായി ബന്ധപ്പെട്ട അനുമതി സർക്കാരിനോട് തേടിയിട്ടുണ്ട്. ചിലപ്പോൾ ഫെബ്രുവരിയിൽ നടക്കാം, ഫെബ്രുവരിയിൽ നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാർത്തയെ നിങ്ങൾ ടെൻഷനായിട്ട് കരുതാതെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ അവസരമായിട്ട് നിങ്ങൾ കരുതുക. ചിലപ്പോൾ ഫെബ്രുവരിയിൽ നടക്കാൻ സാധ്യതയുണ്ട്, നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വാർത്ത നമ്മൾ കണ്ടു, എല്ലാവരും കണ്ടതാണ് അല്ലേ? അപ്പോൾ ഏതൊരു വാർത്തയും നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ അതിന് വേണ്ടി ടെൻഷൻ അടിച്ചിട്ട് പ്രഷർ കൂടിയെന്നൊക്കെ ഓരോരുത്തർ കമൻ്റ് ഇട്ടിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ പ്രഷർ കൂടുന്ന, ടെൻഷൻ അടിക്കേണ്ട കാര്യം ഇല്ല. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്യുക. പഠിക്കാനുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. PSC എന്തായാലും പ്രിലിമിനറി എക്സാം നടത്താതിരിക്കില്ല. പ്രാഥമിക പരീക്ഷ PSC നടത്താതിരിക്കത്തില്ല. ലിസ്റ്റ് ഇട്ട് ആളെ എടുക്കണ്ടേ, ലിസ്റ്റിൻ്റെ കാലാവധി തീരുകയല്ലേ. അപ്പോൾ അതിനുള്ള എന്തായാലും പരീക്ഷ നടക്കും. അത് എന്ന് നടക്കും എന്നുള്ളത് നമ്മളൊന്നും നോക്കണ്ട. ഫെബ്രുവരിയിൽ നടന്നാൽ എഴുതാൻ തയ്യാറായിരിക്കുക. മാർച്ചിൽ നടന്നാൽ മാർച്ചിലെ കലണ്ടർ വന്നിട്ടുണ്ട്, അത് പറ്റൂല. ഏത് മാസമാണോ നടക്കുന്നത് നമ്മളത് എഴുതുക. കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. സിലബസ് തന്നെ പഠിക്കാതെ മെയിൻ എക്സാമിനും കൂടെ വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ടൈം മെയിൻ എക്സാമിന് നമുക്ക് അധികം സമയമൊന്നും നമുക്ക് കിട്ടത്തില്ല. ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മെയിൻ എക്സാമിന് അധികം സമയം കിട്ടത്തില്ല. നല്ല ടോപ്പിക്കുകളുമാണ് പഠിക്കാനായിട്ട്. എപ്പോഴത്തെയും പോലെയല്ല, നമ്മൾ ശരിക്കും വർക്ക് ചെയ്താൽ മാത്രമേ ഈ അവസരത്തിൽ കയറി പറ്റാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം നിങ്ങൾ ചെയ്യുക, പഠിക്കാനുള്ളത് പഠിക്കുക. അതുപോലെ തന്നെ ഒത്തിരി ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം പുതിയൊരു നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, എഴുതിക്കോ. പരീക്ഷ 6ാമത്തെ പരീക്ഷയാണ് കേട്ടോ. ഇത് ടെസ്റ്റ് പേപ്പർ 6ആണ്. ഓരോരുത്തർ കമൻ്റ് ഇട്ടതിൻ്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ടെൻഷനാണ്. എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? പഠിക്കാന്നേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സ്കൂൾ പാഠപുസ്തകത്തിലെ കാര്യം മാത്രം പഠിച്ചിട്ട് ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇത് പരീക്ഷയല്ല, നമ്മൾ എഴുത്ത് പരീക്ഷയല്ല. നമുക്കറിയാം, ആരും പഠിച്ചു തീരത്തൊന്നുമില്ല. പഠിച്ചു തീർന്നു എന്ന് പറഞ്ഞാലും മണ്ടത്തരമാണ്. പഠിച്ചൊന്നും തീരത്തില്ല. PSC പരീക്ഷ പഠിച്ചു തീരത്തേയില്ല. ഞാൻ എല്ലാം പഠിച്ചിട്ടിരിക്കുകയാണ്. പരീക്ഷാ പേപ്പർ കിട്ടിയാൽ മതി എനിക്ക് എഴുതാൻ. അങ്ങനൊന്നും ആരും ഇല്ല. നമ്മൾ പഠിക്കുന്ന ചിലപ്പോൾ മറന്നു പോകും, പകുതി ഓർത്ത് വെക്കും. വായിച്ചുകൊണ്ടേ ഇരിക്കുക. പരീക്ഷ വരുമ്പോൾ അത് എഴുതുക. പരീക്ഷ വരണേ എന്ന് പറഞ്ഞ് അതവരിട്ടോളും. അതാ PSCയുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ പോയിന്റിലോട്ട് വരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കേ. ശരീരത്തിലെ ജലതുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നത്. ശരീരത്തിലെ ജലതുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 2 ഒന്ന് എഴുതിയോ? ഐച്ഛിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഐച്ഛിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് പോസ് ചെയ്തിട്ട് കാണുക. ഐച്ഛിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് കാണപ്പെടുന്ന ഗ്രന്ഥി. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് കാണപ്പെടുന്ന ഗ്രന്ഥി. 3. 4. പീയൂഷഗ്രന്ഥിയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി. പീയൂഷഗ്രന്ഥിയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏത്? 4ാമത്തെ ക്വസ്റ്റ്യൻ. പീയൂഷഗ്രന്ഥിയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏത്? ക്വസ്റ്റ്യൻ നമ്പർ 4. 5. പേശികളില്ലാത്ത അവയവം. 5ാമത്തെ ക്വസ്റ്റ്യൻ. പേശികൾ ഇല്ലാത്ത അവയവം. 6. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയം. 6ാമത്തെ ക്വസ്റ്റ്യൻ. ലോകത്തിലെ ആദ്യ കൃത്രിമ ഹൃദയം. എഴുതിയോ? 7. RBCയുടെ ശരാശരി ആയുസ്. RBCയുടെ ശരാശരി ആയുസ് എത്ര ദിവസം?
കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു? 8ാമത്തെ ക്വസ്റ്റ്യൻ. കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 8. എഴുതിയോ? ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ. ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥി. ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥി. ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥി. 10. മധ്യകർണത്തിലെ ചുറ്റികയുടെ ആകൃതിയിലുള്ള അസ്ഥി. മധ്യകർണത്തിലെ ചുറ്റികയുടെ ആകൃതിയിലുള്ള അസ്ഥി ഏത്? 10ാമത്തെ ക്വസ്റ്റ്യൻ. 11. ട്രോഫിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. ട്രോഫിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. ട്രോഫിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ട്രോഫിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. 12. കുടക്കല്ലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥി. കുടക്കല്ലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥി. കുടക്കല്ല്. 12ാമത്തെ ക്വസ്റ്റ്യൻ. 13. രക്തത്തിലെ ന്യൂക്ലിയസ് ഇല്ലാത്ത രക്തകോശം. രക്തത്തിലെ ന്യൂക്ലിയസ് ഇല്ലാത്ത രക്തകോശം. രക്തത്തിലെ ന്യൂക്ലിയസ് ഇല്ലാത്ത രക്തകോശം. 14. മനുഷ്യൻ്റെ ക്രോമോസോം സംഖ്യ. 14ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യൻ്റെ ക്രോമോസോം സംഖ്യ. ക്വസ്റ്റ്യൻ നമ്പർ 15. 15ാമത്തെ ക്വസ്റ്റ്യൻ. രക്തത്തിലെ ലവണ ജല തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ. രക്തത്തിലെ ലവണ ജല തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ. രക്തത്തിലെ ലവണ ജല തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ ഏത്? 15. 16. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ശരീരഭാഗം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ. രക്തം കട്ടപിടിക്കുന്നതിനെ എതിർക്കുന്ന ഹെപ്പാരിൻ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? രക്തം കട്ടപിടിക്കുന്നതിനെ എതിർക്കുന്നത് ഹെപ്പാരിൻ. ഈ ഹെപ്പാരിൻ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ? 18. അന്നനാളത്തിൽ നിന്ന് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ സൂക്ഷിക്കുന്ന ശരീരഭാഗം. അന്നനാളത്തിൽ നിന്നും ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ സൂക്ഷിക്കുന്ന ഭാഗം, ശരീരഭാഗത്തിൻ്റെ പേരെന്താണ്? 18. 19. പുരുഷ ലൈംഗിക ഹോർമോൺ ഏതാണ്? പുരുഷ ലൈംഗിക ഹോർമോൺ അല്ലെങ്കിൽ മീശയൊക്കെ വളരാൻ കാരണമായ, അത് പ്രീവിയസ് ആണ്, ഹോർമോൺ. 19. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റെനിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ശരീരത്തിലെ ഏത് അവയവം? റെനിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവമാണ്? 20 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ട്. 1ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതിക്കോ. എഴുതിക്കഴിഞ്ഞോ? എഴുതിക്കഴിഞ്ഞെങ്കിൽ എഴുതിക്കോ ആൻസറ്. 1ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ: ശരീര ജല തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നത് വാസോപ്രസിൻ. 2ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ: ഐച്ഛിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം സെറിബ്രം. 3ാമത്തത്: ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് കാണപ്പെടുന്നത് ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസിസ്. പീയൂഷ ഗ്രന്ഥിയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഓപ്ഷൻ 4ാമത്തെ എൻ്റെ ആൻസർ ഹൈപ്പോതലാമസ്. 5. പേശികളില്ലാത്ത അവയവം ശ്വാസകോശമാണെങ്കിൽ മാർക്ക് കൊടുക്കുക, ശ്വാസകോശം. 6ാമത്തെ ക്വസ്റ്റ്യൻ: ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയം ജാർവിക് 7. 7ാമത്തെ ക്വസ്റ്റ്യൻ: RBCയുടെ ശരാശരി ആയുസ് 120 ദിവസം. 120 ദിവസം ശരാശരി ആയുസ് 120 ദിവസം. 8ാമത്തെ ക്വസ്റ്റ്യൻ: കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അറിയപ്പെടുന്ന പേര്. കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? കെരാറ്റോപ്ലാസ്റ്റി. കെരാറ്റോപ്ലാസ്റ്റി. കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കെരാറ്റോപ്ലാസ്റ്റി. ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. പീനിയൽ. ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി.
മധ്യകർണത്തിലെ ചുറ്റികയുടെ ആകൃതിയിലുള്ള അസ്ഥി മാലിയസ്. ആൻസർ മാലിയസ് ആണ്. ട്രോഫിക് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് 11ാമത്തത് പീയൂഷഗ്രന്ഥി. ട്രോഫിക് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പീയൂഷഗ്രന്ഥി. 12 കുടക്കല്ലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നത് ഇൻകസ് ആണ്. കുടക്കല്ലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥി ഇൻകസ്. 13ാമത്തെ ആൻസർ രക്തത്തിൽ ന്യൂക്ലിയസ് ഇല്ലാത്ത രക്തകോശം RBC. രക്തത്തിൽ ന്യൂക്ലിയസ് ഇല്ലാത്ത രക്തകോശം RBC. 14ാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യൻ്റെ ക്രോമോസോം സംഖ്യ 46. മനുഷ്യൻ്റെ ക്രോമോസോം സംഖ്യയാണ് 46. 15ാമത്തെ ക്വസ്റ്റ്യൻ രക്തത്തിലെ ലവണജല തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ അൽഡോസ്റ്റിറോൺ. രക്തത്തിലെ ലവണജല തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോണാണ് അൽഡോസ്റ്റിറോൺ. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റ. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മെഡുല ഒബ്ലാങ്കേറ്റ. രക്തം കട്ടപിടിക്കുന്നതിനെ എതിർക്കുന്ന ഹെപ്പാരിൻ ഉൽപ്പാദിപ്പിക്കുന്നത് കരൾ. 17ന്റെ ആൻസർ കരൾ. അന്നനാളത്തിൽ നിന്ന് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ. ഓക്കെ, എത്രാമത്തെയായിരുന്നു? 18ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. അന്നനാളത്തിൽ നിന്നും ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ സൂക്ഷിക്കുന്ന ഭാഗം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ സൂക്ഷിക്കുന്നത് എപ്പിഗ്ലോട്ടിസ് ആണ്. എപ്പിഗ്ലോട്ടിസ് ശരിയായിട്ട് എഴുതിയെങ്കിൽ മാർക്ക് തരാം. 19ാമത്തെ ക്വസ്റ്റ്യൻ പുരുഷ ലൈംഗിക ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ. മീശയൊക്കെ വളരാൻ കാരണമായെന്നൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ടെസ്റ്റോസ്റ്റിറോൺ. പിന്നെ സ്ത്രീകളുടെ ഹോർമോണാണ് ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ. അതൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. സ്ത്രീകളുടെ ആണെങ്കിൽ ഈസ്ട്രജന്, പ്രൊജസ്റ്ററോണൊക്കെ ആണ്. പുരുഷൻ്റെ ആണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യൻ റെനിൻ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ്? അത് വൃക്കയാണ്. വൃക്ക. എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ പ്രയോജനപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്